അങ്ങനെ ഇനി സംസ്ഥാനത്തെ പാഠപുസ്തകത്തെ പറ്റി നമ്മൾ രാവിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. എന്തായാലും സ്കൂൾ തുറന്നാൽ പോലും കുട്ടികളുടെ കയ്യിൽ ഈ പാഠപുസ്തകം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. കാരണം പാഠപുസ്തക അച്ചടി ഗുരുതര പ്രതിസന്ധിയിലാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഇനി ബൈൻഡ് ചെയ്യാനുള്ളത് 1.8 കോടി പുസ്തകങ്ങളാണ്. സർക്കാരും അച്ചടി ചുമതലയുള്ള കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയും ഗുരുതര വീഴ്ചയാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുക. പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കാരണം സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് പുസ്തകം എത്തണം. പക്ഷേ പുസ്തക അച്ചടിയിൽ ഗുരുതരമായുള്ള ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത് എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പറയുമ്പോഴും പക്ഷേ ഗുരുതരമായുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. KBPSൻ്റെ സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇബ്രാഹിം കുട്ടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പുറത്ത് പറയുമ്പോൾ ഏറ്റവും അവർ പറയുന്നത് എത്രയും വേഗം തീർക്കും, ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് പുസ്തകങ്ങളൊക്കെ തന്നെ എത്തിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണ്? അത് കഴിഞ്ഞ ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ തവണത്തെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് സ്കൂള് അടക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകം എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സ്കൂളിപ്പോൾ തുറക്കാൻ ഇനി 10 ദിവസമുള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു കാരണവശാലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സ്കൂൾ തുറക്കുമ്പോഴേലും ബുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം 80% ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്നലെ പറയുമ്പോൾ 75 ഇന്ന് അത് 80% ആയിട്ടുണ്ട്. 80% ബുക്കുകൾ ബൈൻഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബൈൻഡിങ് പൂർത്തിയായത് 71%. അത് ബൈൻഡിങ് പൂർത്തിയാണെന്ന് നമുക്കറിയാമല്ലോ. ബൈൻഡിങ് താമസം വന്നാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. കാരണം ബൈൻഡിങ്ങിന് ആവശ്യമായുള്ള പേപ്പറുകൾ കൃത്യസമയത്ത് നമ്മുടെ KBPSന് കിട്ടിയില്ല. അത് കിട്ടാത്തതിൻ്റെ കാരണം ബൈൻഡിങ്ങിനുള്ള അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിലുള്ള പേപ്പർ മേടിക്കുന്നത് തമിഴ്നാട് ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറിയിൽ നിന്നാണ്. അവർക്ക് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് അവർ ഇതിൻ്റെ വിതരണം നിർത്തി. അപ്പോൾ അതാണ് ഈ പ്രശ്നത്തിന് മുഖ്യമായ കാരണം. അത് നമ്മുടെ KBPSൻ്റെ മാനേജ്മെൻറ്റ് അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണ്. അത് നമ്മൾ ഈ ചാനലുകളിലും പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉദ്യോഗ തലത്തിൽ പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പായിട്ട് ഉദ്യോഗ തലത്തിൽ ഇതറിഞ്ഞ് അവർ 7 കോടി രൂപ റിലീസ് ചെയ്തു. 7 കോടി റിലീസ് ചെയ്തോണ്ട് ബൈൻഡിങ് പേപ്പർ ഒരു ലോട്ട് ബൈൻഡിങ് പേപ്പർ വന്നു. അതാണ് ഇപ്പോൾ ഫാസ്റ്റായിട്ട് വീണ്ടും ഈ ബൈൻഡിങ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് കുറേ ദിവസങ്ങൾ പ്രസ് അടച്ചിടേണ്ടി വന്നു. വർക്കില്ലാതെ തൊഴിലാളികൾ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് തികച്ചും KBPS മാനേജ്മെൻറ്റ് അനാസ്ഥ പോലും സംഭവിച്ചാണ്. ഇത് നേരത്തെ നമുക്കറിയാമായിരുന്നു. നമുക്ക് ഇതിനകത്ത് കാൽക്കുലേഷൻ ഉണ്ടല്ലോ. നമുക്ക് 3,57,00,000 ബുക്കാണ് ഈ അധ്യയന വർഷം വിതരണം ചെയ്യേണ്ടത്. അതിൽ 2,87,00,000 ബുക്കുകളാണ് ഇതുവരെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. ആ പ്രിൻറ്റ് ചെയ്തതിൽ തന്നെ ബൈൻഡ് ചെയ്തേക്കുന്നത് 71% മാത്രമേ. അപ്പോൾ ഇനി പ്രിൻറ്റ് ചെയ്യാൻ 69 ലക്ഷം ബുക്കുകൾ ഇനിയുണ്ട്. ബാലൻസ് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ബാലൻസ് ബൈൻഡ് ചെയ്യാൻ, ഇപ്പോൾ പ്രിൻറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്യാൻ ഇനി 1,02,00,000 ബുക്കുകൾ ഇനി ബൈൻഡ് ചെയ്യാനുണ്ട്. ഒരു ദിവസം നമുക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുന്നത് 3 ലക്ഷം ബുക്കുകളാണ്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ഏതാണ്ട് 36 ദിവസം ഇനിയും വേണം ബൈൻഡ് ചെയ്യും പൂർത്തിയാക്കാൻ. ഇതിൻ്റെ ബാലൻസ് ഉള്ള അടിക്കാനുള്ള സമയം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സ്കൂള് തുറക്കുമ്പോൾ മുഴുവനായിട്ട് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിയില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി അന്ന് പറഞ്ഞത്, പഴയ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തല്ലോ, നമ്മളൊക്കെ കണ്ടതല്ലേ, സ്കൂൾ അടക്കുമ്പോൾ തന്നെ വിതരണം ചെയ്യും. അന്ന് 20% മാത്രമേ പ്രിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ടാവുള്ളൂ. ആ സമയത്താണ് അവർ കംപ്ലീറ്റ് ആയെന്നും പറഞ്ഞുകൊണ്ട് വലിയ വിതരണ ഉദ്ഘാടനമൊക്കെ മുഖ്യമന്ത്രിനെ കൊണ്ട് നടത്തി. പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വലിയ പ്രതിസന്ധി വന്നത് ഇതിനകത്ത് ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ KBPSൽ ഈ പഴയ ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ പോകുമ്പോൾ 60 കോടി രൂപയായിരുന്നു KBPSന് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. ഇന്ന് ആ എമൗണ്ട് 300 കോടി രൂപയാണ്. അപ്പോൾ 300 കോടി രൂപയുടെ ബാധ്യത പുതിയതായി ചുമതല ഏൽക്കുന്ന ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ലോട്ടറി അടിച്ചതിന് 100 ചില്ലാനും കോടി വേറെയുണ്ട്. അപ്പം 400 ചില്ലാനും കോടി രൂപയുടെ ബാധ്യത ഈ പഴയ ഗവൺമെൻറ് വെച്ചുകൊണ്ടാണ്, പുതിയ ഗവൺമെൻറ് തലയിൽ വെച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിൻ്റെ പൈസകൾ കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പാഠപുസ്തകം അച്ചടി വൈകിയതും അതുപോലെ മാനേജ്മെൻറ്റ് പിടിപ്പിക്കടും. മാനേജ്മെൻറ്റ് നമുക്കൊരു ലൈസൻസ് ഒരാളവിടെ വച്ചിട്ടുണ്ട്. അയാൾ തനി പാർട്ടിക്കാരനാണ്.
അയാൾ അവിടെ നിന്ന് പാർട്ടി പ്രവർത്തനത്തിൽ പോകുന്നതല്ലാതെ അയാൾ ഈ കാര്യത്തിൽ കാരണം ഒരു പ്രിൻറ്റിങ് ഓപ്പറേറ്ററാണ് ലൈസൻസ് ആയിട്ട് വെച്ചേക്കുന്നത്. നമുക്കറിയാം ഇവിടെ നേരത്തെ IAS ആയാലും IPSകാരുമാണ് ഈ KBPSൻ്റെ MD മാരായിട്ട് വന്നത്. ഇപ്പോൾ ഒരു അല്ലാത്തൊരാളെ പൊളിറ്റിക്കൽ നിയമനത്തിൽ കൂടി വന്നാണ് ഇപ്പോൾ ഉള്ള ഇരിക്കുന്ന MD. അയാളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെയാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാറ്റി. അതാണ് നമുക്ക് കൃത്യമായിട്ട് കാശ് കിട്ടാൻ. IASകാരും IPSകാരും ആകുമ്പോൾ അവരുടെ സെയിം റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ഗവൺമെൻറ് സെക്രട്ടറിമാരൊക്കെ ആയിരിക്കും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ റിലീസ് ചെയ്യും. അങ്ങനെ കൂടിയാണ് ഈ 300 കോടി രൂപ വന്നത്. എന്തായാലും ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടവരെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഞാനിത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഈ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വരാൻ പോകുന്ന ഗവൺമെൻറ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുമ്പ് വിദ്യാർത്ഥികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തിക്കുമെന്നായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V. ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നത്. ആ പ്രഖ്യാപനം പക്ഷേ പാഴ്വാക്കായിപ്പോയി. മെയ് 30-നുള്ളിൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തിക്കുമെന്നാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. അത് എത്രത്തോളം പ്രാവർത്തികമാകും? എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥാപനത്തിലാണ് പാഠപുസ്തകങ്ങളുടെ അച്ചടി തകൃതിയായി നടക്കുന്നത്.